എറണാകുളം മൂവാറ്റുപുഴയ്ക്കടുത്ത വാളകത്തെ വീട് കത്തി നശിച്ചു. മൂത്തേടത്ത് രാജുവിൻ്റെ വീടാണ് കത്തി നശിച്ചത്. റബ്ബർ ഷീറ്റ് പുകയ്ക്കുന്നതിനായി ഒരുക്കിയ തീയിൽ നിന്നും വീട്ടിലേക്ക് തീ പടരുകയാണ്. 15 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വീട്ടുപകരണങ്ങളും മൊബൈൽ ഫോണും പണവും രേഖകളും ഇലക്ട്രിസിറ്റി മീറ്റർ എന്നിവയെല്ലാം കത്തി നശിച്ചു. നാട്ടുകാർ ചേർന്ന് തീയണയ്ക്കാനൊന്ന് ശ്രമിച്ചു, പക്ഷേ തീ നിയന്ത്രണാതീതമായിരുന്നു. അതുകൊണ്ട് മൂവാറ്റുപുഴയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. തീ പിടിക്കുന്ന സമയത്ത് രാജു വീട്ടിലുണ്ടായിരുന്നില്ല. രാജുവിൻ്റെ പ്രതികരണമാണ് ലഭിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. ഒന്ന് കേൾക്കാം. ഞങ്ങളിതൊരു ഏകദേശം 4 മണി സമയത്താണ് ഇതിങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തീ പിടിച്ചതെന്ന് നമുക്ക് അന്നേരം മനസ്സിലായില്ല. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എണിച്ച് നോക്കി, എല്ലാവരും എണിച്ച് നോക്കി. ഇപ്പോൾ ഇവിടെ ഈ ബാക്ക് സൈഡാണ്, വീടിൻ്റെ ബാക്ക് സൈഡാണ്, നമുക്കിത് കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നേരം വെളുത്ത സമയത്താണ് തീപിടുത്തം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്നും മോട്ടർ അടിച്ച് 2 മോട്ടർ വെച്ചിട്ടടിച്ച് മാക്സിമം ചെയ്തു. അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. പിന്നെ അവർ വന്ന് അവരുടെ ഉപദേശം തേടുകയും അവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതായത് റബ്ബർ ഷീറ്റ് പുകയ്ക്കാനായി ഒരുക്കിയ തീയാണ്. ആ തീ വീട്ടിലേക്ക് പടരുകയായിരുന്നു. ആ പടർന്ന തീയിൽ ആളിക്കത്തി അവിടെ മൊത്തം ആ വീട് കത്തി നശിക്കുകയായിരുന്നു. 15 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. അത് ചില്ലറ നഷ്ടമൊന്നുമല്ല. നിരവധി വീട്ടുപകരണങ്ങൾ നശിച്ചു. മൊബൈൽ ഫോണ്, പണം, ഉണ്ടായിരുന്ന രേഖകൾ, ഇലക്ട്രിസിറ്റി മീറ്റർ അടക്കം കത്തി നശിച്ചു. ആദ്യഘട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രദേശവാസികൾ സമയോചിതമായി ഇടപെടൽ നടത്തി. പക്ഷേ ആ ഇടപെടൽ വിഫലമാവുകയായിരുന്നു. കാരണം അത്രത്തോളം നിയന്ത്രണാതീതമായി ആ തീ എന്നുള്ളത്. പിന്നീട് മൂവാറ്റുപുഴയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. ഈ രാജു, അതായത് വീട്ടുടമസ്ഥൻ, തീ പിടിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആളപായം സംഭവിച്ചില്ല. പക്ഷേ വീട് കത്തി നശിച്ചു. മൂവാറ്റുപുഴയ്ക്കടുത്ത വാളകത്ത് മുത്തേടത്ത് രാജുവിൻ്റെ വീടാണ് കത്തി നശിച്ചത്. ാണ് തീ പൂർണ്ണമായും അണയ്ക്കുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയത്. രേഖകളും പണവും മൊബൈൽ ഫോണും അങ്ങനെ ആ വീട്ടിലുണ്ടായിരുന്ന മിക്ക സാധനങ്ങളും കത്തിനശിച്ചു എന്നാണ്. അതായത് വീട് പൂർണ്ണമായും കത്തിനശിച്ചു എന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണ് എത്തിയത്. അതേറെ സങ്കടകരമാണ്. ആ വീട് ആകെ കത്തിനശിച്ചിരിക്കുന്നു. രാജുവിൻ്റെ വീട് ആകെ നാശമായിരിക്കുന്നു.